വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. നോമ്പിനൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മൾ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ചിക്കന് വളരെ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് ഒന്ന് മാരിനേഷൻ ചെയ്തിട്ട് വളരെ കുറച്ച് ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനത്തെ നമ്മൾ സ്നാക്സ് റെസിപ്പിക്ക് ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഏറ്റവും നല്ലത്. കോക്കനട്ട് ഓയിൽ മാക്സിമം ഒഴിവാക്കാം. അപ്പോൾ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കനാണ്. ഇത് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതെടുത്ത് മാറ്റാം. സെയിം പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി ഓയിലൊഴിച്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നോമ്പിനൊക്കെ പറ്റിയ നല്ല റെസിപ്പീസൊക്കെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ക്യാപ്സിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിൽ നമ്മൾ ഗരം മസാല അങ്ങനത്തെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളാകെ ചേർത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. പിന്നെ കെച്ചപ്പും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോയും ചില്ലി ഫ്ലെക്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. അതിന് പകരമായിട്ട് നമ്മൾ ചില്ലി ഫ്ലെക്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഒറിഗാനോയും ചില്ലി ഫ്ലെക്സെല്ലാം ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫില്ലിങ് ആക്കിയെടുക്കേണ്ടത്. വളരെ കുറച്ച് ടൈം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ മിൽക്ക് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി ഒരു തിന്നാക്കിയെടുക്കാം. മിൽക്ക് ബ്രെഡിൽ തന്നെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ നോക്കിയിട്ട് മിൽക്ക് ബ്രെഡ് തന്നെ നോക്കിയിട്ട് എടുക്കാം. 4 സൈഡും കട്ട് ചെയ്ത് ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ട്. എല്ലാ ബ്രെഡ് സ്ലൈസസും ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ അകത്ത് മയോണൈസും കെച്ചപ്പും മിക്സ് ആക്കിയിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് തന്നെ സെൻറ്ററിലാക്കിയിട്ട് മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സെൻറ്ററിലാണ് മസാല വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിത് നേരെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സെൻറ്ററിൽ തന്നെ മസാല വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ മൈദ വെച്ചിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഒട്ടി നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈദൻ്റെ മാവ് ഒന്ന് കലക്കിയിട്ട് ഇതിൽ സൈഡിലായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവൽ. നമ്മളൊരു സൈഡ് മാത്രമായിട്ടാണ് ഇങ്ങനെ മൈദ വെച്ച് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ കാണുമ്പോൾ ഏകദേശം ഒരു റോൾ ഷേപ്പിലാണ് ഉണ്ടാവുക. ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ആ ഒരു മൈദ പരത്തിയ സൈഡ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ മുഴുവനായും ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സും ഒറിഗാനും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഫ്രൈ പാനിൽ വളരെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ബ്രെഡ് ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് ഇതിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മുട്ടയിൽ ഒരുപാട് അങ്ങ് ഡിപ്പ് ചെയ്തെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആയൊരു പുറം സൈഡ് ഇതുപോലെ മുട്ട ഒന്ന് ആക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ആയൊരു ബ്രെഡിൻ്റെ ആ പുറം സൈഡ് മാത്രം ഇങ്ങനെ ഒന്ന് മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് അങ്ങനെ എടുത്ത് അതിൻ്റെ ആ ഗ്യാപ്പിലൂടെ ഉള്ളിലേക്ക് മുട്ട പോകുന്ന വിധത്തിലൊന്നും ചെയ്ത് കൊടുക്കണ്ട. ജസ്റ്റ് ആ പുറം സൈഡ് മാത്രം ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്കിത് ഫ്രൈ പാനിൽ വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് റോൾ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ സൈഡും ഒരുപോലെ ആക്കിയിട്ട് നല്ലൊരു കളറായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടുകൊടുത്ത് എല്ലാ സൈഡിലും കുക്കായി വരണം. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ സൈഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ 2 അറ്റത്തുമായിട്ട് ഒരു ചെറിയൊരു പരിപാടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട്. ഈ മയോണൈസ് ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതുപോലെ 2 സൈഡും അതുപോലെ മയോണൈസ് ആക്കി കൊടുത്ത് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം.
നോമ്പിനൊക്കെ എന്തായാലും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.